ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നു. പിതാവേ, ഞാൻ പാപിയാണേ, എന്നിൽ കനിയണമേ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ദേഹത്തു പതിച്ച കല്ലുകളേക്കാൾ മൂർച്ചയുള്ള വർത്തമാനം അവളെയും അവരെയും ആത്മാവിൽ സ്പർശിക്കുന്നു. ഒരിടത്ത് പരിഹാസവും മറ്റൊരിടത്ത് പരീക്ഷണത്തിൻ്റെ ഗൂഢാലോചനകളുമായി ഒരു കൂട്ടം മനുഷ്യർ ഒറ്റയാനായ മനുഷ്യൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവർ ഓർക്കുന്നില്ല, ഉപദ്രവങ്ങളെക്കാൾ ഉപകാരത്തിനാണ് നാം എല്ലാവരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഒടുവിൽ അവളും ഈശോയും മാത്രം അവശേഷിക്കുന്നു. ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഈശോ പറഞ്ഞവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യുവർ ഇംപെർഫെക്ഷൻസ് മേക്സ് യു യുണീക്ക്. ക്രിസ്തു പറഞ്ഞ സുവിശേഷങ്ങളിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ഇതുതന്നെയാണല്ലോ. തളർന്നു പോകേണ്ടതല്ല, ഇനിയും തളിരിടേണ്ടതാണ് ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്ന ക്രിസ്തു, ജീവിതം ഇനിയും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ക്രിസ്തു. കല്ലേറുകൾ ജീവിതത്തിലുണ്ടാകട്ടെ, ഒപ്പം കുറച്ച് മനുഷ്യത്വവും കൂടെ കരുതാം. നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകും പെട്ടെന്നൊരു ദിവസം പ്രിയപ്പെട്ടവരാകുന്ന ചിലർ വീണുപോകുമ്പോൾ എവിടെ നിന്നോ വന്ന് കൈപിടിച്ചുയർത്തി നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ അപ്രത്യക്ഷമാകുന്നവർ. ഇവരുടെയെല്ലാം സ്നേഹത്തിൻ്റെ ആകത്തുകയാണ് നമ്മുടെ ലോകത്ത് മരിക്കാതെ ഇന്നും ബാക്കി നിൽക്കുന്ന മനുഷ്യത്വമെന്ന് ക്രിസ്തുവും ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആരോപണങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങളിലേക്കും, കല്ലേറുകളിൽ നിന്നും കരുതലിലേക്കും, പാപത്തിൽ നിന്നും അനുതാപത്തിലേക്കും നമ്മിലെ മനുഷ്യൻ വീണ്ടും ജനിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസം, സന്തോഷം, സ്നേഹം ആശംസിക്കുന്നു.